ഹലോ ഗെയ്സ്, ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഈവനിങ് കുറച്ച് ഡെക്കറേഷൻ പോലെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടു. കൂടുതലൊന്നും ചെയ്യില്ല, കുറച്ച് ലൈറ്റ്സ് മാത്രമേ ഇട്ടുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇച്ചാനൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സർപ്രൈസായി. കാരണം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാറേ ഇല്ല, ഒന്നിനും അങ്ങനെ ഇടപെടാറില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ സർപ്രൈസ് ആയി, നീ ഇത് ചെയ്തോ എന്ന് ഉള്ള സർപ്രൈസ്. എന്നിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാനും ഉണ്ണിക്കുട്ടനും ഇച്ചാനൊക്കെ കേക്ക് കട്ട് ചെയ്തു. വീഡിയോ എടുത്ത് തരുന്ന അമ്മയാണ്. പെട്ടെന്ന് എനിക്കൊരു സർപ്രൈസ് പോലൊരു ഗിഫ്റ്റ് തന്നു. കാരണം രാവിലെ എനിക്ക് ഒരു ബാഗ് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ ഗിഫ്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, കേക്ക് കട്ട് ചെയ്തിരുന്നപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആളൊരു ഗിഫ്റ്റ് തന്നു. ഒരു ഡയമണ്ടിൻ്റെ സെക്കൻഡ് സ്റ്റഡാണ് ആൾ തന്നത്. പക്ഷെ തന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസായി. കാരണം ഓൾറെഡി രാവിലെ തന്നതാണല്ലോ ആ ഒരു ഗിഫ്റ്റ്. അപ്പം അത്രയും വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റഡ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് സെക്കൻഡ് സ്റ്റഡ് വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഈ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇച്ചായന് കൊടുത്ത ഗിഫ്റ്റ്സാണ് കേട്ടോ. ഇതൊരു കുറച്ച് സർപ്രൈസായിട്ട് ആളുടെ ഓഫീസിൽ ഞാനൊരു ഫ്രണ്ട് വഴി ആളെത്തുമ്പോൾ സീറ്റിൽ വെക്കാൻ പറഞ്ഞു. അപ്പം ആളും കുറച്ച് സർപ്രൈസായി. എനിക്ക് എന്തായാലും ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഒരു സർപ്രൈസ് കൊടുത്തത്. കാരണം എപ്പോഴും ഇച്ചാൻ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഇച്ചായന് സർപ്രൈസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളത് കൊണ്ട് അതങ്ങ് ഈ വർഷം തീർത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഞാൻ സർപ്രൈസ് കൊടുക്കാറില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നേരത്തെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് രാവിലെ പുള്ളിക്കാരൻ സീറ്റിൽ എത്തുന്നതിന് മുന്നേ ആ ഗിഫ്റ്റെല്ലാം സീറ്റിൽ വെക്കാനൊക്കെ പറഞ്ഞു. അപ്പം ആൾ അതുപോലെ ചെയ്ത് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളോട് പറഞ്ഞു എനിക്കൊരു വീഡിയോയും കൂടെ എടുത്തു തരാൻ. അപ്പം ഇച്ചാൻ ഒരു പിടിയില്ല എന്തൊക്കെയായിരുന്നു ഗിഫ്റ്റ് എന്ന്. പക്ഷേ കുറച്ച് നാളുകൊണ്ട് ജി ഷോക്ക് വാച്ച് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ആൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കിയാണ് ഞാൻ കൊടുത്തത്. ഒരു വാച്ചും ഒരു ക്രോസിൻ്റെ ഷേപ്പുമാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടും ആൾ കുറച്ച് നാളുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തവണ ഒരു ഗിഫ്റ്റും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വിചാരിച്ചിട്ടാണ് ആൾ ഓഫീസിലോട്ട് പോയത്. അപ്പോൾ രാവിലെയാണ് എനിക്ക് ബാഗ് തന്നത്. ആ ടൈമിൽ ഞാൻ തിരിച്ചൊന്നും കൊടുത്തില്ല, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് വിശ്വസിച്ച് പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് ശരിക്കും സർപ്രൈസായി. പിന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചൊരു ഗിഫ്റ്റാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു കോൾ വന്നു, കൊറിയർ സർവീസിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഗിഫ്റ്റ് വന്നപ്പോൾ ആരാണ് തന്നതെന്ന് ഞങ്ങൾക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താണ് അതിനകത്തുനിന്നും ഒരു പിടി ഉണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഓപ്പൺ ചെയ്തു. ആദ്യം ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ആ ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങളെ അറിയാന്നുള്ള ഒരാളാണെന്ന്. ഇത് ഞങ്ങൾക്ക് തന്നിരിക്കണമെന്ന് മനസ്സിലായി. പിന്നെ തൊട്ട് താഴെ ഒരു ഇതുണ്ടായിരുന്നു, ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിനകത്ത് ആളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ബാലുവാണ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളുടെ ബ്രദറാണ്. അപ്പം പക്ഷേ പുള്ളിക്കാരൻ ഇത് തരുമെന്ന് ഞങ്ങൾക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു ഇത്. ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് വേണം ഇത് പറയാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ശരിക്കും ഒരു നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ്, ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളൊരിത്, ഒത്തിരി ഗിഫ്റ്റ് അതിനകത്തുണ്ടായിരുന്നു. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി തന്നെ കാണാൻ ഒത്തിരി നല്ല രസമുണ്ടായിരുന്നു. അത് നമുക്ക് മാറ്റാനേ തോന്നത്തുണ്ടായിരുന്നില്ല ആ അറേഞ്ച് ചെയ്തിരുന്ന രീതി. ആളെന്തോ ഇൻസ്റ്റയിൽ കണ്ടെന്തോ ഓർഡർ ചെയ്തതാ എന്നാ പറഞ്ഞത്. ഞാനത് കഴിഞ്ഞതിന് ശേഷം ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ ഭയങ്കര നൈസായിരുന്നു. ആ ഓർഡർ തെറ്റിച്ചെടുക്കാൻ പോലും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ചോക്ലേറ്റ്, ആ ഒരു ഇതിൽ ചോക്ലേറ്റാണ് അതിനകത്തുള്ളത്. ഇതൊരു ജസ്റ്റ് ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചോക്ലേറ്റ് കിക്കാറ്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ പറക്കി എടുക്കുകയാണ് പെർഫ്യൂം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് ഉണ്ടായിരുന്ന ഒരു ഡയറി മിൽക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ്. പിന്നെ എന്നാ ഉള്ളതാ, പിന്നെ ഞങ്ങൾക്ക് ഇച്ചാനൊരു ഷർട്ട് ഉണ്ടായിരുന്നു. ഒരു പെർഫ്യൂം, കാരണം ഞാൻ പെർഫ്യൂമിൻ്റെ കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു പെർഫ്യൂം മേടിക്കണമെന്ന് പറഞ്ഞു. അത് മനസ്സറിഞ്ഞ് വെച്ചതായിരിക്കണം എനിക്കൊരു പെർഫ്യൂം. പിന്നെ 2-3 റോസ്, അത് ആ ഡെക്കറേഷന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തതാണ്. നല്ല രീതിക്കായിരുന്നു അത് അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. വീണ്ടും എനിക്കൊരു വാച്ച് കിട്ടിയിരിക്കുകയാണ്. കാരണം റീസെൻ്റ്ലി ഞാൻ എൻ്റെ പഴയ ഓഫീസിൽ നിന്ന് പോയപ്പോൾ എനിക്കൊരു വാച്ച് ഗിഫ്റ്റായിട്ട് കിട്ടി. പെട്ടെന്ന് അടുത്ത ഒരു വാച്ചും ഗിഫ്റ്റായിട്ട്. എനിക്ക് വാച്ചിനോടും ഒരു ക്രേസ് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് വാച്ച് ഗിഫ്റ്റായിട്ടും ഈ ചൈനീസ് ഷർട്ടാണ് ഗിഫ്റ്റായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ പെർഫ്യൂമും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഷർട്ടും നൈസായിരുന്നു കേട്ടോ. ചാന കളറൊക്കെ നന്നായിട്ട് ചേരും. അപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് ആൾ ആ ഷർട്ട് തന്നെ എടുത്തത്. പക്ഷെ നൈസ് ഷർട്ട്, മെറ്റീരിയലും നൈസായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് അടുത്ത ഗിഫ്റ്റാണ്. അടുത്ത് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അടുത്തൊരു ഗിഫ്റ്റ് തന്നേക്കുകയാണ്. ലൈക്ക് ആൾ ഓർഡർ ചെയ്തു, സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. ഒരു കേക്കാണ് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പം ആൾ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന ഒരു പിടി ഉണ്ടായിരുന്നില്ല കാരണം ആൾക്ക് അഡ്രസ്സൊന്നും അറിയത്തില്ല ഞങ്ങളുടെ. പക്ഷേ അഡ്രസ്സൊക്കെ എവിടെ നിൽക്കുകയോ തപ്പിപ്പിടിച്ച് ആൾ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ്, ആനിവേഴ്സറി ഗിഫ്റ്റ് തന്നു. അതാണ് കേക്ക്. ഈ കേക്കാണ് ഞങ്ങൾ ഈവനിങ് കട്ട് ചെയ്തത്.